സോ ഗോളം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു ഓഫീസ് സ്പേസിൽ നടക്കുന്ന ഒരു മരണം, അത് അന്വേഷിക്കാൻ വരുന്ന ഒരു IPS ഓഫീസറെ ഞാൻ കളിക്കുന്നത്. അതിലൂടെ തന്നെ ഒരുപാട് പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ചിന്നു ചെയ്തതും പിന്നെ നമ്മുടെ സണ്ണി വെയിനും സിദ്ദീഖയും എല്ലാം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മേർഡർ മിസ്റ്ററി എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ത്രില്ലർ മൂവി ഞാൻ ഇതു മുമ്പ് ചെയ്തിട്ടില്ല. അത് സംജാത് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട് തോന്നി. ഐ വുഡ് ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഗോളത്തിലേക്ക് എത്തുന്നത്. സോ ഞാൻ ശരിക്കും ഗോളം കേൾക്കുന്നത് നമ്മുടെ കൽബി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംജാതും പ്രവീണും വന്നതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പറയുന്നത്. സോ പറഞ്ഞ പോലെ ഈ ത്രില്ലർ കറക്റ്റായിട്ട് മേക്ക് ചെയ്യാൻ ഒരുപാട് റീസെർച്ച് വേണം. ഒരുപാട് ശരിക്കും അത്രയ്ക്ക് മെറ്റിക്കുലസ് ആയിട്ട് അവർ ക്രാഫ്റ്റ് ചെയ്ത കഥ മൊത്തം. ഇത് മേക്ക് ബിലീഫ് ആണല്ലോ. നമ്മൾ വന്ന് ഒരു നമ്മുടേതല്ലാത്തൊരു ലോകത്തിൽ നമ്മൾ അവിടുത്തെ ആളാണെന്ന് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ്. ദാറ്റ് ഈസ് വാട്ട് വി ഡു ആസ് ആൻ ആക്ടർ. CPX ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ഒപ്പം രഞ്ജിത്ത് സജി, ചിന്നു ചാന്ദിനിയാണ്. വെൽക്കം ടു ദി ഷോ. ഒത്തിരി സന്തോഷമുണ്ട് രണ്ടുപേരെയും കാണാൻ പറ്റിയതിലും. എമേർജിങ് ആയിട്ടുള്ള രണ്ട് സ്റ്റാർസാണ്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇനിയുള്ള പാതയിലും അത് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗോളം എന്ന് കേൾക്കുമ്പോൾ ഒരു 3 ഡയമെൻഷൻ സ്ട്രക്ചർ ഓഫ് സ്പിയർ അല്ലെങ്കിൽ സർക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് കാഴ്ചപ്പാടുകളും കാഴ്ചയും മാറുന്നത്. എന്തായിരുന്നു ഗോളം നിങ്ങളെ സംബന്ധിച്ച്? സോ ഗോളം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു ഓഫീസ് സ്പേസിൽ നടക്കുന്ന ഒരു മരണം, അത് അന്വേഷിക്കാൻ വരുന്ന ഒരു IPS ഓഫീസറെ ഞാൻ കളിക്കുന്നത്. അതിലൂടെ തന്നെ ഒരുപാട് പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ചിന്നു ചെയ്തതും പിന്നെ നമ്മുടെ സണ്ണി വെയിനും സിദ്ദീഖയും എല്ലാം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മേർഡർ മിസ്റ്ററി എന്ന് പറയാം. നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് ഗോളത്തിലൂടെ. അത് നിങ്ങൾ മേക്കിംഗ് കണ്ടാലും അറിയാം. നമ്മൾ ഈ ആനമോർഫിക് ലെൻസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കുറച്ചുകൂടി ഈ ഡാർക്കർ കളർ ടോൺസും കളർ പാലറ്റ്സും യൂസ് ചെയ്ത് അത് ശരിക്കും പിന്നെ നമ്മുടെ മ്യൂസിക്കൽ സ്കോർ ആയാലും ഒരുപാട് ഓർക്കസ്ട്രേഷൻസ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതുമ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പം ഒരു വളരെ ഇതുവരെ കാണാത്ത ഒരു എക്സൈറ്റിംഗ് തിയേറ്റർ എക്സ്പീരിയൻസ് ആവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഗോളം. ഈ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് മരിച്ചതെന്ന് അല്ലെങ്കിൽ ആരാണ് കൊല്ലപ്പെട്ടതെന്നുള്ളൊരു സസ്പെൻസാണ്. എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള സസ്പെൻസ്, ആരാണ് കൊന്നതെന്നുള്ള സസ്പെൻസാണ്. ഇതിന് ഓൾറെഡി ആളെ കാണിക്കുന്നുണ്ട്, അയാളാണ് മരണപ്പെട്ടത്, കാരണം തെറ്റിയുള്ള യാത്രയാണ്. അത് എത്രമാത്രം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ എത്രമാത്രം എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് സബ്ജക്റ്റ്? ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ ഞാൻ ശരിക്കും ഗോളം കേൾക്കുന്നത് നമ്മുടെ കൽബി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംജാതും പ്രവീണും വന്നതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പറയുന്നത്. സോ പറഞ്ഞ പോലെ ഈ ത്രില്ലർ കറക്റ്റായിട്ട് മേക്ക് ചെയ്യാൻ ഒരുപാട് റീസെർച്ച് വേണം. ഒരുപാട് ശരിക്കും അത്രയ്ക്ക് മെറ്റിക്കുലസ് ആയിട്ട് അവർ ക്രാഫ്റ്റ് ചെയ്ത കഥ മൊത്തം. പിന്നെ ഞാൻ കേട്ടപ്പം തന്നെ എനിക്കൊരു പുതുമ ഫീൽ ചെയ്തു കഥയിൽ. പിന്നെ ഈ ക്യാരക്ടർ ആയാലും ഞാൻ നമ്മുടെ ഇപ്പം തിരിച്ചു മൈക്കിലും കൽബിലും അത് മോസ്റ്റ്ലി ഒരു കമ്മിങ് ഓഫ് ഏജ് ലവ് സ്റ്റോറീസ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതെന്നെ ശരിക്കും ഇൻട്രീഗ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയോ ഇത് ശരിക്കും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചു. സോ അങ്ങനെയാണ് ഞാൻ ഗോളത്തിലോട്ട് വന്നത്. സിനിമ നോക്കുവാണെങ്കിൽ ഒരുപാട് സിനിമകളല്ല, കുറച്ച് സിനിമകളിൽ കൂടെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാണ്. ഞാനിങ്ങനെ കമൻറ്റുകൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത്രമാത്രം ഒരു ഫാൻ ഫോളോ ചിന്നു എന്ന ആർട്ടിസ്റ്റിനുണ്ടായിട്ടുണ്ട്. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് തന്നെയാണ് ഒരു ആക്ടർ എന്നതിൽ പിടിച്ചു നിർത്തുന്ന ഘടകം. ഒരു പർട്ടിക്കുലർ സിനിമയിൽ നിന്ന് മാറി മറ്റു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ കൂടിയാണ്. അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സോ കോൾഡ് എന്താ പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗം ആകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അത്തരത്തിലൊരു റോളുമാണ്. എങ്ങനെയാണ് ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എനിക്ക് ആസ് എൻ ആക്ടർ അതിൽ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് മേക്ക് ബിലീഫ് ആണല്ലോ. നമ്മൾ വന്ന് ഒരു നമ്മുടേതല്ലാത്തൊരു ലോകത്തിൽ നമ്മൾ അവിടുത്തെ ആളാണെന്ന് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ്. ദാറ്റ് ഈസ് വാട്ട് വി ഡു ആസ് എൻ ആക്ടർ, ടു ട്രൈ ആൻഡ് belong in a space we are not a part of in reality. അപ്പോൾ അത് ഏത് പടമാണെങ്കിലും, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ പടമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ ഇടുന്ന എഫേർട്ട് ഒരേപോലെയാണ്. പിന്നെ അത് നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു ലേണിംഗ് കേർവ് ഉണ്ട് അതിൻ്റെ. ഗോളം ഇതിന് മുമ്പ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ മൂവീസൊക്കെ കുറേ കൂടെ ക്യാരക്ടർ സ്പെസിഫിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും അതിനകത്തുണ്ടാവും. പക്ഷേ ഗോളം ഇസ് മോർ സ്റ്റോറി പ്ലോട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പടമാണ്. കാരണം ത്രില്ലറാണ്. ത്രില്ലറിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആരാണ് മേർഡർ ചെയ്യപ്പെട്ടതെന്ന് നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പിന്നെ ഉള്ളത് അതിനെ തേടിയുള്ള അന്വേഷണമാണ്. അപ്പം അന്വേഷണത്തിൻ്റെ കണ്ണിൽ
ആ ഓഫീസിലുള്ള എല്ലാവരും ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ ആ ക്യാരക്ടറിന് അവിടെ പ്രസക്തിയില്ല. കാരണം ഒരു അന്വേഷകൻ്റെ വ്യൂ പോയിന്റിൽ കൂടെ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിനാണ് പ്രസക്തി. ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് ഇത് ഓരോന്നായിട്ട് ചുരുളഴിഞ്ഞ് വരുന്നിടത്താണ് ഇതിൻ്റെ ഇത്. അപ്പം അങ്ങനെ ഒരു ത്രില്ലർ മൂവി ഞാൻ ഇതു മുമ്പ് ചെയ്തിട്ടില്ല. അത് സംജാത് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട് തോന്നി. ഐ വുഡ് ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഗോളത്തിലേക്ക് എത്തുന്നത്. ഇത്തരം ക്യാരക്ടറുകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോഴത്തേക്കും ഒരുപാട് പേർക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു സംഭവം ഉണ്ട്. കാരണം ഈ കഥ നമുക്ക് ഓരോരുത്തരിൽ ഇങ്ങനെ ചെറ്റിപ്പറ്റി നിൽക്കുന്ന കഥയാണ്. അപ്പം ആ സസ്പെൻസ് ഒരാൾ പൊളിക്കുമ്പോൾ മറ്റൊരാൾ ഇവിടെ സസ്പെക്റ്റ് ആവും. അപ്പം ഈ സാധനം നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആരുടെയും മുഖത്ത് കള്ളത്തരം ഉണ്ടോന്നായിരിക്കും നമ്മൾ പ്രേക്ഷകനസെ കൂടിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളിലേക്ക് കഥ പറഞ്ഞു തരുമ്പോഴേ ഈ കോൾ ബാക്കുകൾ, സിനിമയിലെ കോൾ ബാക്ക് പരിപാടികളൊക്കെ വരുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും അതിനെ ടാക്കിൾ ചെയ്തത്, അല്ലെങ്കിൽ ഈ സീൻ വൈസ് ഇതിനെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഇത് ആക്ച്വലി നമ്മൾ ലീനിയർ ആയിട്ടേ അല്ല ഷൂട്ട് ചെയ്തത്. ഇവർ അതിനെ ട്രീറ്റ് ചെയ്ത രീതി തന്നെ അങ്ങനെ, അവർ ഷോർട്ട് ഡിവൈഡ് ചെയ്തത് പോലും. കാരണം ഒബ്വിയസ്ലി ഒരു ത്രില്ലർ ആകുമ്പോൾ അത് ഒരുപാട് ടൈം റീമാപ്പിംഗ് ഉണ്ട്. നമ്മൾ വീണ്ടും പിന്നോട്ട് പോയി മുന്നോട്ട് വരും, വീണ്ടും അത് റീവിസിറ്റ് ചെയ്യും, അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാണും. യൂഷ്വലി ഇപ്പം ഞാനൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സീനിനെ എത്ര പെർസ്പെക്റ്റീവ് ഉണ്ട് അതൊക്കെ കോൺസിക്യൂട്ടീവായിട്ട് ഷൂട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ മൾട്ടി ക്യാമിൽ ഷൂട്ട് ചെയ്ത് പോവുക. ഇത് ആക്ച്വലി ഇവർക്ക് വേണ്ട സാധനം ഇവർ ഷൂട്ട് ചെയ്യും, പിന്നെ അതിൻ്റെ മറ്റു പെർസ്പെക്റ്റീവ് അവർ പിന്നെയാണ് വന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത സാധനം തന്നെ അതേ സാധനം, പക്ഷെ വേറെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നോ ആംഗിളിൽ നിന്നൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോഴത്തേക്കിനും നമുക്ക് ബേസിക്കലി ഇപ്പം പിന്നെ ഒരുപാട് വേറെ ആക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദിലീഷ് ചേട്ടനുണ്ട്, സണ്ണി വെയിൻ, സിദ്ദിഖ, അലൻസിർ. അപ്പോൾ ഇവരുടെയൊക്കെ ഡേറ്റ്സ്, കാരണം നമ്മളെല്ലാവരും ഇവിടെ മറ്റേ കമ്പനി തൊഴിലാളികൾ ദിവസം ഉണ്ടായിരുന്നു. ഇവരുടെ ഡേറ്റ്സിനനുസരിച്ചാണ് സീനിന്റെ ഓർഡർ പോലും ചാർട്ടായി പോകുന്നത്. ഒരുപാട് ലോജിസ്റ്റിക്സ് ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സിനിമയുടെ മിഡായിരിക്കും. അപ്പം അവിടെ നമ്മൾ ഡെസ്കിലിരിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥ പോലും വേറെ, ക്യാരക്ടറിൻ്റെ വേറെ രീതിയിലായിരിക്കും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ തുടക്കമായിരിക്കും, അടുത്ത ഷോട്ട് ചിലപ്പോൾ സിനിമയുടെ അവസാനത്തെ ആയിരിക്കും. കാരണം ബാക്കി ആക്ടേഴ്സിനനുസരിച്ചായിരിക്കും ചാർട്ട് പോകുന്നത്. അപ്പം ഇതെല്ലാം ആക്ച്വലി സംജാത് അതിനെ ഗൈഡ് ചെയ്ത് നമ്മുടെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാവരും ഒബ്വിയസ്ലി അത്ര ഹോംവർക്ക് ചെയ്ത് ഓരോന്നും ചാർട്ട് ചെയ്ത്, പിന്നെ ഓരോ സീനിന് മുമ്പും എല്ലാവർക്കും ഇന്നതാണ്, ഈ സ്പേസിലാണ് നിങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്, അത് അവരുടെ റെക്കോർഡ് ചെയ്ത് തന്നെ നോക്കി, സ്പോട്ടിൻ്റെ ലാപ്ടോപ്പിൽ നോക്കി അതിൻ്റെ മാച്ചിങ് ചെയ്ത് ഒക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ മൂവി സ്പെസിഫിക്കലി അതൊരു മേക്കേഴ്സ് ഫിലിമാണ്, ഡയറക്ടർ എഡിറ്ററിൻ്റെ കയ്യിൽ ഉള്ളൊരു പടമാണ്. അപ്പം അത് ആസ് എൻ ആക്ടർ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡഡാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇന്നതെന്ന് പറഞ്ഞാൽ മാത്രമേ, സ്പെഷ്യലി ആ ഓഫീസിനുള്ളിലുള്ള എംപ്ലോയീസിന് പോലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അത് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും മൂവിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോയിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ സംജാത് വാസ് ഏബിൾ ടു മിയാൻഡർ വിത്ത് ഓൾ ഓഫ് us. ഓക്കെ, രഞ്ജിത്ത് എന്ന ആക്ടർ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരം സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഖൽബാന ലവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, മൈക്ക് അത്തരത്തിലൊരു പ്രമേയം ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റാണ്, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അത് കറക്റ്റായിട്ടുള്ള ഒരു ഫിസിക്കൽ കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ ട്രെയിലർ അല്ലെങ്കിൽ ടീച്ചർ കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. എത്രമാത്രം പ്രിപ്പയർഡ് ആയിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്? കുറച്ച് കൽബിൽ നമ്മൾ കാൽപോനെ അവതരിപ്പിച്ചപ്പം സാജിദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ലീൻ ഫിസിക് ഉണ്ടായിരുന്നു. സോ അതിനുവേണ്ടി കുറച്ചൊന്ന് മെലിഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലീൻ അത്ലറ്റിക് ഫിസിക് ആയിരുന്നു. പിന്നെ നമ്മൾ കൽബ് റാപ്പ് അപ്പ് ചെയ്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഗോളത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. സോ സംജാതിനോട് സ്പെഷ്യലി പറഞ്ഞായിരുന്നു ഇതിന് കുറച്ചുകൂടി ഒരു പോലീസ് IPS ഓഫീസർ, ഡൽഹിയിൽ നിന്ന് ട്രെയിനിങ് വരുന്ന മിലിറ്ററി ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ഒരു IPS ഓഫീസർ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രസൻസും ഡോമിനൻസും ഫീൽ ചെയ്യണം, കുറച്ചുകൂടി സൈസ് വെക്കണം. സോ അതിൻ്റെ ഉള്ള ഒരു ഫിസിക്കൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ക്യാരക്ടർ ഞാൻ കുറച്ചുകൂടി ഒരു സട്ടിൽ പെർഫോമൻസിൽ ഞാൻ അവതരിപ്പിക്കാൻ നോക്കിയത്. കുറച്ച് ഷാർപ്പ് നോട്ടങ്ങൾ, ചലനങ്ങൾ, ആ രീതിയിൽ. കാരണം ആ ക്യാരക്ടർ അതാണ് ഡിമാൻഡ് ചെയ്തത്. പിന്നെ ഈ സന്ദീപ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒന്ന് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സംജാത് നമ്മുടെ ഡയറക്ടറും പിന്നെ പ്രവീൺ റൈറ്ററും നമ്മൾ 3 പേരും ഇരുന്ന പുള്ളീനെ മോൾഡ് ചെയ്ത് എടുപ്പിച്ചത്. കാരണം നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഇതുവരെ കാണാത്ത ഒരു പുതുമ ഫീൽ ചെയ്യണം ഈ ക്യാരക്ടറിലും പുള്ളീൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്കിലും. പിന്നെ എനിക്ക് തന്നെ എൻ്റെ ഒരു അടയാളം കൊണ്ടുവരണമായിരുന്നു ഈ ക്യാരക്ടറിൽ. സോ അത്യാവശ്യം പണിയെടുത്തു ഈ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി ഡിമാൻഡ് ചെയ്ത രീതിയിൽ നമ്മൾ ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്തത്.
അപ്പം ഈ റെഫറൻസുകൾ എടുക്കുന്നുണ്ടായിരുന്നു മീൻസ് അങ്ങനെ സ്പെസിഫിക് റെഫറൻസ് ഒന്നുമില്ല. മോസ്റ്റ്ലി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് ഡിസ്കഷൻസ് നടത്തി. അവർക്ക് എങ്ങനത്തെ രീതിയിൽ, എങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്, എങ്ങനത്തെ ഒരു കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഗോളമിൻ്റെ കൂടെ ആദ്യം നറേറ്റ് ചെയ്യാൻ വന്ന സമയത്ത് സംജാത് പുള്ളി ഒരു ആനിമേഷൻ ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ. അപ്പോഴത്തേക്ക് പുള്ളി AI വെച്ച് എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഏകദേശം ഒരു പോലീസ് മീശയൊക്കെ ആക്കി മുടിയൊക്കെ ചോപ്പ് ചെയ്ത് ഒരു രൂപം തന്നിരുന്നു. അതായിരിക്കും റെഫറൻസ് പോയിന്റ്. അപ്പോഴത്തേക്ക് അത് കണ്ടപ്പം തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി, ഇത് എനിക്ക് പറ്റും എന്നൊരു സാധനം ആണെന്ന്. അപ്പോഴത്തേക്ക് ഏകദേശം സന്ദീപ് കൃഷ്ണനെ പോലെ തന്നെയായിരുന്നു. അപ്പോഴത്തേക്ക് അത് റെഫറൻസ് പോയിന്റ് ആണെങ്കിൽ അത് എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, പിന്നെ മോസ്റ്റ്ലി ആ പെർഫോമൻസിലും മറ്റേ പുള്ളിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ മോസ്റ്റ്ലി ഞങ്ങൾക്കൊരു ടേബിൾ റീഡ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഫുൾ കാസ്റ്റിംഗ് ക്രൂ ആയിട്ട്. സോ ഇതൊരു കുറച്ച് വെറൈറ്റി പരിപാടിയായിരുന്നു. സോ ബേസിക്കലി നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു. നമ്മുടെ ക്യാരക്ടറിൻ്റെ ഡയലോഗിനും നമ്മൾ പറയുക ഓപ്പോസിറ്റ് ആയുള്ള, കാരണം ക്യാരക്ടർ അനുസരിച്ച് ഞങ്ങൾ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ സ്പീക്കറൊക്കെ ടേബിളിൽ വെച്ച് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ആ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ഒരു ഭയങ്കര ഒരു ഇൻറ്റൻസ് ചെയ്യുന്നതാണെങ്കിലും ആ മ്യൂസിക്കിൻ്റെ മറ്റേ താളം കൂട്ടും. അപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സിങ്കായി. ആ ക്യാരക്ടറിലൂടെ എളുപ്പം കയറാൻ പറ്റി. അപ്പോഴത്തേക്ക് പിന്നെ ഷൂട്ടിലോട്ട് വന്നപ്പോൾ എളുപ്പമായി നമുക്ക്. പക്ഷേ ഈ ക്യാരക്ടറിനെ പറ്റി സ്പെസിഫിക് പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഞാൻ ഡെലിവർ ചെയ്യാൻ നോക്കിയത് ഈ സന്ദീപ് കൃഷ്ണയിലൂടെ. പിന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്, അതെനിക്ക് ഇതിലും പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.